ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു സാധനമൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. ഒരു വാക്യൂം ക്ലീനർ, അല്ലെങ്കിൽ ഈ വാക്യൂം ക്ലീനറായിട്ട് ഞാൻ എങ്ങോട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പോകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും, വാഹനത്തിനകത്ത് വാക്യൂം ചെയ്യാൻ വേണ്ടി. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു വാക്യൂം ക്ലീനർ പൊക്കിക്കൊണ്ട് നടക്കാനും കറണ്ടിൻ്റെ എക്സ്റ്റൻഷൻ കോഡ് എടുക്കാനും ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ മോഡൽസ് അവൈലബിൾ ആണ്. 12 വോൾട്ടിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ കറണ്ടിൽ നിന്ന് തന്നെ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് അവൈലബിൾ ആണ്. പക്ഷേ ശരിക്കും അതും ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം അത് പിന്നെ കണക്ട് ചെയ്യണം, ചുറ്റും ഓടി നടക്കുക എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് ശരിക്കും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല അടിപൊളി പ്രോഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഒരു കോഡ്ലെസ് വാക്യൂം ക്ലീനർ ഞാൻ കാണിച്ചു തരാം. ഇതാണ്, അതായത് കോസ്റ്റർ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ വാക്യൂം ക്ലീനർ. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് കൂടെ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തേക്കാം. യെസ്, ആദ്യം തന്നെ ഒരു മാനുവൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ തൽക്കാലം ഒന്ന് മാറ്റി. കുറച്ച് പൈപ്പുകളുണ്ട്, ഒരു ഫ്ലെക്സിബിൾ ഹോസും ഉണ്ട്, പിന്നെ എന്തോ ഒരു സംഗതി കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കാം. തൽക്കാലം ഇത് രണ്ടും ഞാനൊന്ന് മാറ്റി. ഓക്കെ, പിന്നെ ഒരു സാധനമുണ്ട്, വലിച്ചെടുക്കുന്ന സാധനം. 2 സൈഡ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അത് ഞാനൊന്ന് താഴോട്ട് വെച്ചു. ഒരു വാക്യൂം ക്ലീനർ പ്ലസ് അതിനകത്ത് 2 ഐറ്റം കൂടെ വരുന്നുണ്ട്. കഴിഞ്ഞു. ഇതും ഈ വാക്യൂമത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ USB-A to ഒരു 12 വോൾട്ടൊക്കെ നോർമൽ കൊടുക്കുന്ന പോലത്തെ ഒരു സോക്കറ്റ്. അപ്പോൾ ഇവനാണ് നമ്മുടെ താരം. ഞാൻ ജസ്റ്റ് ഒന്ന് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ്. യെസ്, സ്പീഡ് കൂടി. 2 സ്പീഡാണ് ഇതിനിപ്പോൾ വരുന്നത്. അതായത് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്പീഡ്, ലോ സ്പീഡ്. നല്ല വാക്യൂം ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ സ്പീഡ് കൂടി. നല്ല വാക്യൂമുണ്ട് കേട്ടോ. യെസ്, കിടുക്കാച്ചി ഐറ്റമാണ്. ഞാൻ ഏതായാലും ഫസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കട്ടെ. ഇത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ 90 വാട്ട്സ് ആണ്, 90 വാട്ട്സ് ആണ് വരുന്നത്. ഇൻപുട്ട് 5 വോൾട്ട് 1 ആംപിയർ ആണ് വേണ്ടത്. ഏതായാലും ഞാൻ ഇവനത് ഫസ്റ്റ് ചാർജ് ചെയ്യട്ടെ. ചാർജ് ചെയ്യാൻ വേണ്ടത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ചാർജ് ചെയ്തിട്ട് നമ്മുടെ വാഹനത്തിൽ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പം ഫുൾ ചാർജ് ആക്കിയിട്ടുണ്ട്. ചാർജ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു 5 വോൾട്ട് 1 ആംപിയർ ആണ് ഇൻപുട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. ഏകദേശം 55 മിനിറ്റ് ആണ് കമ്പനി പറയുന്നത് ഫുൾ ചാർജിന് വേണ്ടി. എനിക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഫുൾ ചാർജായി. ഈ ലൈറ്റ് പിന്നെ ബ്ലൂ കെട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്ത് ഫുൾ ചാർജ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഡിസ്മാൻഡിലും കൂടി ചെയ്ത് നോക്കിയേക്കാം. ഒരു ഒറ്റ പ്രസ്സിൽ തന്നെ നമുക്ക് ദൂരി എടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യം ഓർക്കും ചെയ്ത് ഇത് എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 2 രീതിയുണ്ട്. അതായത് വെറ്റ് ആൻഡ് ഡ്രൈ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ വാക്യൂം ക്ലീനർ എല്ലാം വരുന്ന ഡ്രൈ ടൈപ്പാണ്. അതായത് ഉണങ്ങിയ സ്ഥലത്തു നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് വാക്യൂം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷനിലാണ്. പക്ഷേ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ വെറ്റ് ആൻഡ് ഡ്രൈ ആണ് വരുന്നത്. അതായത് നനഞ്ഞൊരു സ്ഥലത്ത് നിന്നാണെങ്കിൽ പോലും, അല്ലെങ്കിൽ വെള്ളം വീണ് കിടക്കുകയാണെങ്കിൽ അതുവരെ നമുക്ക് സക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓട്ടോമൊബൈൽ പർപ്പസിന് വേണ്ടി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിള്ളേരൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെന്തെങ്കിലുമൊക്കെ താഴോട്ടൊക്കെ ഇടുകയോ കളയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്യാണ്. ഇത് ജസ്റ്റ് ഒന്ന് വെക്കുക. കാരണം ഇത് വാഷബിൾ ടൈപ്പ് ഫിൽറ്ററാണ്. നമ്മളിത് പൊടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം തിരിച്ച് ഇതുപോലെ തന്നെ കറക്റ്റ് അതിൻ്റെ ഗ്രൂസ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്രൂവിലോട്ട് തന്നെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു യൂണിറ്റ് ഇങ്ങനെ തിരിച്ച് ഫിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ പിള്ളേരൊക്കെ ഉള്ള വീടുകളിൽ ഏറ്റവും ഉപകാരപ്പെടുന്നൊരു സാധനമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ വലിയൊരു വാക്യൂം ക്ലീനറൊക്കെ നമുക്ക് എടുത്ത് പൊക്കി കൊണ്ടുപോകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഈ ഒരു ചെറിയ സാധനം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതേ കാണിച്ചു തരാം. ഒന്ന് ഓണാക്കാണ്. ഇത് ഫസ്റ്റ് സ്പീഡാണ്. ഒന്നുകൂടെ പ്രസ് ചെയ്താൽ ഫുൾ സ്പീഡാണ്. നല്ല രീതിക്ക് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം സൗണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ എയർ ത്രോയും നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിക്ക് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി ഇതിൻ്റെ കുറച്ച് ഐറ്റംസ് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് അത്യാവശ്യം ഇതൊരു റബ്ബറായിട്ട് വരുന്നൊരു സാധനമാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഇടയ്ക്കൊക്കെ വരുന്ന പോർഷനിൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്നത് കാണാൻ പറ്റുമായിരിക്കും. നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന രീതിക്ക് കൊടുക്കാനാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഞാൻ ഓൺ ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഈ പോർഷനിലൊക്കെ ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞൊക്കെ വന്ന് എടുക്കാനൊക്കെ ഉള്ളൊരു പർപ്പസിനാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഓഫ് ചെയ്യുകയാണ്. ഈ ഒരു പോർഷൻ ഞാൻ മാറ്റുകയാണ്. ഇനി ഇതാണ് ശരിക്കും നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് വരുന്നൊരു കാര്യം. ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകോട്ട് മാറ്റാം.
ഇതിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷൻ ടേപ്പറാണ്. ഇതും ഇങ്ങനെ ഈ ഒരു കോർണേഴ്സിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ ഇത് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ ഒരു ബ്രഷാണ് വരുന്നത്. ഈ ഒരു ബ്രഷ് വരുന്നുള്ളതുകൊണ്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഈ പൊടിയും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇത് കണ്ടോ, ഇതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വലിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം നല്ല നീറ്റാകും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് ഓടുന്ന സമയത്ത് ഉള്ള പൊടി ഫുള്ള് അവിടെ നിന്ന് അനങ്ങി, അതായത് ആ പൊടി ഫുള്ള് അവിടെ നിന്ന് എടുത്ത് ഇതിലോട്ട് വലിച്ച് ഇതിനകത്തോട്ട് കയറുകയാണ് ചെയ്യുന്നത്. ഈ കയറുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഈ താഴത്തെ പോർഷനിൽ, ഈ കാണുന്ന താഴത്തെ പോർഷനിൽ നിന്നോളും. ഇതിൻ്റെ മേളിലോട്ടാണ് എയർ ഇതിലെ വലിച്ചെടുക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഇതിൻ്റെ മേളിലോട്ട് പോകത്തില്ല, എല്ലാം ഇവിടെ തന്നെ നിന്നോളും. വാട്ടറിൻ്റെ കപ്പാസിറ്റിയാണല്ലോ, നമ്മൾ വെള്ളം വലിക്കാനുള്ള ഒരു 100 ml വരെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിൽ കൂടുതൽ പറ്റത്തില്ല, 100 ml വരെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 0.45 ലിറ്ററാണ് വരുന്നത്. അതായത് 450 ml കപ്പാസിറ്റി വരുന്നുണ്ട്. വാട്ടർ കപ്പാസിറ്റിയാണ് ജസ്റ്റ് പറയുന്നത്, പൊടിയാണെങ്കിൽ പോലും. അപ്പോൾ ഇത് ഞാൻ മാറ്റി. ഇനി അടുത്ത് വരുന്നതാണ് ഫ്ലെക്സിബിൾ ടൈപ്പ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ പോർഷനിലൊക്കെ നമുക്ക് ഈ താഴോട്ടൊക്കെ ഇത് കൊണ്ട് വെക്കാൻ പറ്റാത്തൊരു പോർഷനിലൊക്കെ, അതായത് ഇതുപോലത്തെ ഒരു പോർഷനിലൊക്കെ നമുക്ക് ഓൺ ചെയ്തത് ഇങ്ങനെ വലിച്ചെടുക്കാൻ സാധിക്കും. ഇതും അത്യാവശ്യം നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പിന്നെ വരുന്നൊരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്നൊരു രീതിക്കുള്ളൊരു സാധനം. ഇതിപ്പോൾ വലിയ ഹെൽപ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ഇല്ലെന്നും പറയാൻ പറ്റില്ല. കുറച്ച് ലെങ്ത് കൂട്ടി ഇപ്പോൾ നമ്മൾ ചെയ്ത് തന്നെ കുറച്ചുകൂടെ ഒന്ന് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് സാധിക്കുന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങൾ കൂട്ടത്തിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ പിള്ളേരൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആണെങ്കിലും കിച്ചൺ പർപ്പസിലൊക്കെ ആണെങ്കിലും റൂമിലെ പർപ്പസിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചെറിയ പൊടിക്ക് വേണ്ടി വലിയ വാക്യൂം ക്ലീനറൊക്കെ വലിച്ചുകൊണ്ട് വരുന്നതിന് പകരം ഈ ഒരു കുഞ്ഞൻ സാധനം അടിപൊളിയായിരിക്കും.